നമ്മൾ ഓരോ നാട്ടിനും അതിൻ്റെ അവരുടേതായ നമ്മൾ ഓരോ നാട്ടിനും അവരുടേതായ ട്രഡീഷണൽ ഫുഡുകളുണ്ടാവും. ഇപ്പോൾ കോഴിക്കോട് നമ്മൾ ഭാസ്കരേട്ടൻ്റെ മിൽക്ക് സർബത്ത്, അതേപോലെ തന്നെ ട്രിവാൻഡ്രംകാർക്ക് പായസം പോളിയും, അതേപോലെ തന്നെ മലപ്പുറത്തേരെ അവൽ മിൽക്ക്. അപ്പോൾ ഈ മധുരക്കാരെ ഒരു ട്രഡീഷണൽ ഡ്രിങ്കാണ് ഈ ജിഗർദണ്ഡ എന്ന് പറയുന്നത്. 1977 സ്റ്റാർട്ട് ചെയ്ത ഒരു ഷോപ്പിൻ്റെ മുമ്പിലാണ്, ഇവർ ആദ്യത്തെ ഔട്ട്ലെറ്റിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൗസി ഇവിടെ വരുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യില്ല, അവൽ മിൽക്ക് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇവരുമായിട്ട് എങ്ങനെ നമുക്കിത് കണക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ഒരു ടാഗ് ലൈൻ ആയിരുന്നു, മധുരക്കാർക്ക് എന്താണോ ജിഗർദണ്ഡ അതേപോലെയാണ് മലബാറുകാർക്ക് അവൽ മിൽക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് ആ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ആ ഒരു ടാഗ് ലൈൻ ഭയങ്കര സക്സസ് ആയിരുന്നു. ഇനീഷ്യലി മധുരക്കാരെ മുഴുവനും മൗസിയിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു ടാഗ് ലൈനായിരുന്നു ആ ടാഗ് ലൈന്. അപ്പോൾ ഇതുപോലെ ടാഗ് ലൈനുകൾ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യലി ആളുകളെ നമ്മളെ ഷോപ്പിലേക്ക് എത്തിക്കാം. പ്രത്യേകിച്ച് പുതിയൊരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു സിറ്റിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അവൽ മിൽക്കിനെ കുറിച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവൽ മിൽക്കിനെ കുറിച്ച് അറിയാത്ത ഒരു സിറ്റിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെ ഇവരായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടാഗ് ലൈനുകൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം.